ഇത് ബിദ്അത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സലഫികൾ പ്രത്യേകിച്ചും അല്ലാത്തവരടക്കം ഈ വിഷയം പറയുന്ന പല സ്ഥലത്തും ഇത് ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് കണ്ടു. അന്നും മറുപടി പറഞ്ഞപ്പോൾ എൻ്റെ ധാരണയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖും പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു ധാരണയിൽ വന്നതാണ്. ഞാൻ ആദ്യത്തെ മറുപടി പറഞ്ഞു ഓർമ്മയില്ല, നോക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ സ്വാഭാവികം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ വന്ന ആ ഒരു ബോധത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് ഇബ്നു കസീറിലോ ഖുർത്തുബിയിലോ മുഹീദ്ദീൻ ഷെയ്ഖ് കിതാബിലോ ഇല്ല. അതൊരു ധാരണപ്പെശകാണ്. ഇമാം ഖുർത്തുബി പറയുന്നു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു ധാരണപ്പെശകാണ്. എൻ്റെ മനസ്സിൽ അപ്പോൾ വന്നൊരു ബോധ്യം തഫ്സീർ ഇബ്നു കസീറിൽ ഉണ്ട്, തഫ്സീർ ഖുർത്തുബിയിൽ ഉണ്ട് എന്നായിരുന്നു. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിലോ അതിൽ ഇല്ല. അതൊരു അബദ്ധം തന്നെയാണ്, അത് ധാരണപ്പെശകുമാണ്. അതൊരു അബദ്ധം തന്നെയാണ്, അത് ധാരണപ്പെശകുമാണ്. ഇതാണ് എൻ്റെ ചോദ്യം. മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകളും അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം, അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീലത്ത് ശിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം? മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണം എന്ത്? ഖുർആനിൽ നിന്നുമാണ്, ഹദീസിൽ നിന്നുമാണ്, മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത്. അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും ഉണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 128ാമത്തെ ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബനാ ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിലെ 128ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ആയത്ത് ഓതിയില്ല എന്ന് പറയണ്ട. അപ്പോ ബഹുമാനനായ ഫൈസൽ മുസ്ലിയാർ ഇവിടെ ആയത്ത് ഓതിയിട്ടുണ്ട്. മുസ്ലിയാരെ ആയത്ത് മാത്രമല്ല ഓതിയ പോരാ, ഖുർആനും ഹദീസും മൻഹജ് സലഫ് അനുസരിച്ച് താങ്കൾ ഓതിയ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഏത് സഹാബിയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞത്? ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ? പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. അഹ്ലുൽ ഈമാനിനെ കുറിച്ചാണ് ഈ പറഞ്ഞ ഇസ്തിസ്നാ. ഈമാനുള്ള മനുഷ്യന്മാരെ കുറിച്ചാണ്, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് ഈ ഇസ്തിസ്നാ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഇല്ല എന്നാണോ? തഫ്സീർ വായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തരാം, വായിക്കണം. പക്ഷെ തിരിച്ചു തരണം എന്നേ ഉള്ളൂ. 3 ചോദ്യമാണ് ചോദിച്ചത്, 3 മണിമണിയായി മറുപടി പറഞ്ഞിരിക്കുന്നു. സഹാബിയെ ചോദിച്ചു, സഹാബിയെ പറഞ്ഞു. മുഫസ്സിറിനെ ചോദിച്ചു, മുഫസ്സിറിനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട, വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇബ്നു അബ്ബാസ് വസിയത്ത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ പറയും ഇബ്നു അബ്ബാസ് വസിയത്ത് ശിർക്ക് എന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ? പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. നമുക്ക് ബാക്കിയതൊപ്പം വിശദീകരണം ഉണ്ട് ഇടവണ്ണ ടൗണിൽ മഗ്‌രിബിന് ശേഷം. അപ്പൊ ബാക്കി അവിടെ പറഞ്ഞോളാം. അപ്പൊ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് ഇടവണ്ണ പരിപാടി ഉണ്ട് അവിടെ പറഞ്ഞോളാനാ. അവിടെയല്ല ഇവിടെ പറയേണ്ടത്, ഇവിടെ തന്നെ പറയിപ്പിക്കും. എന്താ ഇടവണ പോയിട്ട് പറഞ്ഞു? മൃദു ചോദിച്ചിന് ഇവിടെ പറയും ഈ ആയത്തിൽ വസീലത്ത് ശിർക്ക് ഉണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി എന്ന ചോദ്യത്തിനാണ് ഏത് സഹാബി പറഞ്ഞു എന്നല്ലേ? പിടിച്ചോളൂ ഫൈസൽ മുസ്ലിയാരെ, നിങ്ങൾ അന്ന് പറഞ്ഞ വാചകമാണ്. ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ? പിടിച്ചോളൂ സുല്ലമി. ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ? പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. ഇബ്നു അബ്ബാസ് പറയുന്നു. ഇബ്നു അബ്ബാസ് എന്തെങ്കിലും പറഞ്ഞു വായിച്ചിട്ട് കാര്യമുണ്ടോ മോദിയാരെ? ഇബ്നു അബ്ബാസ് എന്തെങ്കിലും പറഞ്ഞത് വായിച്ചാൽ മതിയോ? നിങ്ങളോട് വായിക്കാൻ പറഞ്ഞത് എന്താ? അതപ്പോഴും വായിക്കാൻ പറഞ്ഞത് കടുങ്ങനെ മുടിയറിയാൻ പിടിച്ച മാതിരിയാ. പിടിച്ചോടത്തെ കിട്ടാതെ അങ്ങനെ പോകാൻ വിടൂല. അങ്ങനെ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ തുറന്ന് സമ്മതിക്കണം. ഇബ്നു അബ്ബാസ് ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്ത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് നിങ്ങൾ ഉണ്ട്. പിടിച്ചോളൂ സുല്ലമി. ഏത് സഹാബി പറഞ്ഞുവെന്നല്ലേ? പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. 3ാമത്തെ ചോദ്യവും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എല്ലാത്തിനും ഉത്തരമുണ്ട്. എന്താ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ 3 ചോദ്യമാണ് ചോദിച്ചത്, 3 മണിമണിയായി മറുപടി പറഞ്ഞിരിക്കുന്നു. സഹാബിയെ ചോദിച്ചു, സഹാബിയെ പറഞ്ഞു. മുഫസ്സിറിനെ ചോദിച്ചു, മുഫസ്സിറിനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. വസിയത്ത് ശിർക്ക് എന്ന വാക്ക് ഖുർത്തുബിയിലുണ്ട് എന്ന് കോഴിച്ചനെയും പറഞ്ഞിട്ടില്ല, ലോകത്തെ ഇന്നവരെ എവിടെയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് എവിടെയും കാണാത്ത കാലത്തോളം പറയാൻ പറ്റൂല. വസീലത്ത് ശിർക്ക് എന്ന വാക്ക് ഖുർത്തുബിയിലില്ല, പക്ഷെ നിങ്ങളുടെ വാദത്തിലുണ്ട്. വസീലത്ത് ശിർക്ക് എന്ന വാക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ വാദത്തിലുണ്ട്. അപ്പൊ വസീലത്ത് ശിർക്ക് എന്ന വാക്ക് എവിടെയുണ്ട്? ഖുർത്തുബിയിലില്ല. വസീലത്ത് ശിർക്ക് എന്ന വാക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിലില്ല,
പിന്നെ വസീലത്ത് ശിർക്ക് എവിടെയുള്ളത് നിങ്ങളുടെ വാദത്തിൽ? എന്റെ മനസ്സിൽ അപ്പോഴും വന്നൊരു ബോധ്യം തഫ്സീർ ഇബ്നു കസീറിൽ ഉണ്ട്, തഫ്സീർ ഖുർത്തുബിയിൽ ഉണ്ട് എന്നായിരുന്നു. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിലോ അതിൽ ഇല്ല. അതൊരു അബദ്ധം തന്നെയാണ്, അത് ധാരണ പെശകുമാണ്. അതൊരു അബദ്ധം തന്നെയാണ്, അത് ധാരണ പെശകുമാണ്.